ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ബാംഗ്ലൂർ ഡേയ്സിൻ്റെ സെക്കൻഡ് ഡേ ആയ ഇന്ന് വൈകുന്നേരം ഒരു സമയത്ത് നമ്മൾ ജയനഗറിലോട്ട് പോവാണ്. അപ്പോൾ കുഞ്ഞമ്മണി ഏച്ചിയും ഭയങ്കര കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ അവളെ കാര്യം ഏച്ചി നോക്കുന്നതുകൊണ്ട് എനിക്ക് സമാധാനമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ജയനഗറിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, ഓരോരോ ആൾക്കാർ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഇട്ടത് കാണാം ജയനഗർ ഫോർത്ത് ബ്ലോഗിനെ കുറിച്ചിട്ടെല്ലാം. അപ്പം കുറച്ച് അത്ര ഫുള്ളൊന്നും കാണാൻ പറ്റുമോ എന്നറിയില്ല, കാരണം അവൾ ഉറക്ക് വന്നു കഴിഞ്ഞാൽ അവളെ ഭയങ്കര പ്രശ്നമാണ്. ഉറക്കിയിട്ടില്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ കുറച്ച് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്, കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് കുറച്ച് ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബസ്സിലാട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ സ്വെറ്റർ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പായിരിക്കും, അതുകൊണ്ട് സ്വെറ്റർ യൂസ് ചെയ്യണം. അപ്പം ഞാൻ ഇട്ടിട്ടില്ല, എനിക്ക് പിന്നെ തണുപ്പെല്ലാം ഭയങ്കരമായിട്ട് പറ്റുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബാക്കി കുഞ്ഞിക്കും മോനും ഷിജുവാട്ടിനെല്ലാം സ്വെറ്റർ ഇട്ടിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കാണുന്ന ഷോപ്പിലോട്ട് വെറുതെ ഒന്ന് കയറി റേറ്റൊക്കെ നോക്കിയായിരുന്നു. നല്ല റേറ്റ് കുറവുണ്ട്, നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇത്. ഒരു 300-350 റേഞ്ചിൽ വരുന്ന കോട്ടൺ ഫ്രോക്കുകളാണ്. പക്ഷേ നമ്മൾ അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം ഇവർക്ക് ഇപ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ നമ്മളൊന്ന് ബാഗ് കടയൊക്കെ ഉണ്ടായിരുന്നു, കുറേ പലതരത്തിലുള്ള ബാഗ്. അവിടെ നിന്ന് ചെറിയൊരു ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെരുപ്പ് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് കടയിൽ നിന്നും ഒരു ചെരുപ്പ് വാങ്ങിച്ചു. അതിനുശേഷം മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങാൻ നോക്കുമ്പോഴേക്കേ അവൾക്ക് ഉറക്കം വന്ന് കരയാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഞാൻ വീഡിയോ എനിക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം കമ്മലുകൾക്ക് വലിയ റേറ്റ് എനിക്ക് കുറവ് തോന്നിയിട്ടില്ല. അപ്പം അതിനുശേഷം കുറച്ച് ഡ്രസ്സ് കടയിലേക്കൊക്കെ പോയി. അപ്പോൾ ഒരുപാട് ഡ്രസ്സുണ്ട്, പറഞ്ഞാൽ ഒരുപാട് ഡ്രസ്സുണ്ട്. നമുക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയാത്ത ഷോപ്പും എന്താ പറയുക സാധനങ്ങളാണ് ഈ ജയനഗറിലുള്ളത്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് മൊത്തം ഇവിടെയുണ്ട്. അപ്പം ടോപ്പൊക്കെ വരുന്നത് ഒരു 200-250 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് അത്ര നല്ല എന്നാന്ന് ചോദിച്ചാൽ ഡെയിലി നോർമൽ യൂസിനൊക്കെ നല്ലതാണ്. പക്ഷെ കുറച്ച് പാർട്ടി വെയറൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ 800 ആ ഒരു റേഞ്ചിലോട്ട് വരുന്നുണ്ട്. പിന്നെ പാൻറ് സെറ്റൊക്കെ വരുന്നത് 350 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നിറയെ ക്രിസ്മസിൻ്റെ ഐറ്റംസുള്ള കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. അവസാനം കറങ്ങി അവസാനം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കോളിഫ്ലവർ ഫ്രൈ, എന്താ പറയുക, നമ്മൾ കോളിഫ്ലവർ അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് മസാലപ്പൂരി വാങ്ങിച്ചു, പിന്നെ പാനിപ്പൂരി വാങ്ങിച്ചു. അപ്പോൾ കുഞ്ഞമ്മണിക്ക് ഉറക്കവും വരുന്നുണ്ട്, ചിരിയും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ചിരിക്കും, ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉറക്കം വന്നിട്ട് കരയാനും തുടങ്ങും. അപ്പോൾ പാനിപ്പൂരി വീണ്ടും നമ്മൾ ഓർഡർ ചെയ്തിട്ട് പാനിപ്പൂരി കുറച്ച് കഴിച്ചു. പിന്നെയും ചെരുപ്പ് കടേൻ്റെ ആ ഒരു സെക്ഷൻ ആയതുകൊണ്ട് മൊത്തം അവിടെ ചെരുപ്പ് കടയായിരുന്നു. പിന്നെ ബാഗ്, പല വെറൈറ്റി ആയിട്ടുള്ള ബാഗും അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ജയനഗറിലോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് പൈസ വെച്ചിട്ട് വന്നോളൂ. ഇഷ്ടം പോലെ സെലക്ഷനും ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെയുണ്ട്.